യെസ്, നമസ്കാരം കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്പെക്ട്രോസ്കോപ്പി, അതിൻ്റെ ഒന്ന് രണ്ട് ഇക്വേഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എനർജി ക്വാണ്ടിസേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് energy that is associated. Then we have seen various spectroscopic techniques such as microwave, vibrational, Raman spectroscopy, NMR spectroscopy, electron spectroscopy, and finally we concluded with the Born-Oppenheimer approximation regarding the total energy that is split into the component energy like E electronic, E vibrational and E rotational. എന്തുകൊണ്ടാണ് വരുന്നത്? That is the present context, how we can reserve or we can present the Born-Oppenheimer approximation in the case of a molecule that is undergoing an interaction with the electromagnetic radiation. ഇനിയും അതിലൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്, that is known as infrared spectroscopy. We can simply write as IR spectroscopy. IR spectroscopy. ഇതിന് വേറൊരു പേരും കൂടെ പറയാം, as this region of the electromagnetic radiation that interact with the vibrational energy that is associated with a molecule, that is why it is called as also as vibrational spectroscopy. Vibrational spectroscopy. അപ്പോൾ ഇൻഫ്രാറെഡ് റീജിയനിലുള്ള ആ റേഡിയേഷനാണ് ഇതിൽ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? There occurs some changes in the vibrational energy. വൈബ്രേഷണൽ എനർജി ചേഞ്ചസ് വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള അവിടെ കണ്ടീഷൻസ് ആണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മോളിക്യൂളിൽ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻ ദാറ്റ് ക്യാൻ അസോസിയേറ്റ്? അതിൽ ഒരു വൈബ്രേഷൻ നമുക്ക് പറയാം, ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. സ്ട്രെച്ചിങ് വൈബ്രേഷൻ. വേറൊരു ക്ലാസിഫിക്കേഷൻ പറയാം, വേറൊരു ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബെൻഡിങ് വൈബ്രേഷൻ. സ്ട്രെച്ചിങ് വൈബ്രേഷൻ, ദാറ്റ് ഈസ്, നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളോടുകൂടി നമുക്കിത് മനസ്സിലാക്കാം. CO2 മോളിക്യൂൾ, C ഡബിൾ ബോണ്ടോ, ഇതൊരു ലീനിയർ മോളിക്യൂളാണ് അല്ലേ, ലീനിയർ മോളിക്യൂൾ. അതേസമയം H2O എടുക്കാം, ഓക്സിജൻ ഹിയർ, ഹൈഡ്രജൻ ഇവിടെ ഒന്നുണ്ട്, HA എന്നും HB എന്നും കൊടുക്കും. ഹിയർ വി ആർ ഹാവിങ് 2 ലോൺ പേഴ്സ്. അപ്പോൾ ദിസ് ഈസ് ഓക്സിജൻ മോളിക്യൂൾ ദാറ്റ് ഈസ് ഹാവിങ് എ V ഷേപ്പ്, ഇൻവേർട്ട് V ഷേപ്പ് ഫിഗർ. ഇതൊരു നോൺ ലീനിയർ ആയിട്ട് എടുക്കാം, നോൺ ലീനിയർ മോളിക്യൂൾ. ദിസ് ഈസ് ലീനിയർ ആൻഡ് the other is non-linear molecule. Okay, അപ്പോൾ ഈ രണ്ട് മോളിക്യൂളിലും there can happen stretching or there we can happen bending. Stretching എന്ന് പറയുമ്പോൾ ഈ C ഡബിൾ ബോണ്ടോ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാം, അത് ഒരു ഈക്വൽ സ്ട്രെച്ചിങ്ങും ആകാം, ഒന്നുകിൽ ഒന്ന് കുറച്ചും ഒന്ന് കൂടുതലും. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കുറച്ചും സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് കൂടുതൽ സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സൈഡിലോട്ടും ഈക്വൽ ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ട്രെച്ചിങ്, വെദർ ദർ ഈസ് occurs a change in the dipole moment, change in the dipole moment, change in the dipole moment, there we can observe vibrational spectroscopy or IR spectroscopy. അപ്പോൾ ഒരു മോളിക്യൂളിന് ഒരു എസെൻഷ്യൽ കണ്ടീഷൻ IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി കാണിക്കണമെങ്കിൽ there should be a change in the vibration, change in the dipole moment. Dipole moment എന്ന് പറഞ്ഞാൽ എന്താണ്? Total charge that is acquired or that is within the molecule and the distance between the charges. നമുക്ക് Q1ഉം Q2ഉം രണ്ട് പോയിന്റ് ചാർജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ you can see that Q1 Q2 divided by Q1 plus Q2, the total charges divided by the distance, Q1 Q2 and distance between the charges
ഇപ്പോൾ ഡൈപോൾ മൊമെന്റ് പാർട്ടർ മോളിക്യൂൾ, അതുപോലെ പോളാർ മോളിക്യൂൾസ്, പോളാർ സോൾവെന്റ്സ്, അതായത് polar solvents that have dipole moment character. അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. വി ക്യാൻ സി അനദർ എക്സാമ്പിൾ, HCl. എന്താണ്, ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അങ്ങനെയുള്ള മോളിക്യൂൾസിനെല്ലാം ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതേസമയം ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത മോളിക്യൂൾസ് ഉണ്ട്, ദാറ്റ് ഈസ് ഹോമോ പോളാർ ബോണ്ട്. അതായത് നമ്മുടെ സിമെട്രിക് ഡയറ്റമിക് മോളിക്യൂൾസ് ലൈക്ക് H2 HH അല്ലേ, അല്ലെങ്കിൽ Cl2 Cl ഇങ്ങനെയുള്ള സിമെട്രിക് ഹോമോന്യൂക്ലിയർ ഡയറ്റമിക് മോളിക്യൂൾ that does not have a dipole moment. ഇതിനെല്ലാം ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. There is not change in dipole moment. അപ്പോൾ അങ്ങനെ ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത മോളിക്യൂൾസിനെ that are infrared are inactive ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം HCl എടുക്കാം, H2 എടുക്കാം. ഇനി ഉദാഹരണത്തിന് വേറൊരു എക്സാമ്പിൾ, അമോണിയ ഒരു എക്സാമ്പിളാണ്. അതെടുക്കാം, ഇതെടുക്കാം. ഇതെല്ലാം ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂളാണ്. that will change the dipole moment when it is undergoing a stretching or a what you call as a bending vibration. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത് that is through the selection rules, that is selection rules that is followed by, that is the molecule. അപ്പോൾ ഇതിൽ only those vibrational transitions are allowed in which vibrational quantum number mu changes, that is vibrational transition will take place when there is a change in vibrational frequency. That is, that vibration frequency we can represent as mu. If the change in delta mu, that is plus or minus 1, that is the case with what you call as a harmonic oscillator type molecule. Harmonic oscillator type molecule. That is, for an allowed vibrational transition delta mu plus or minus 1, delta mu plus 1 എന്ന് പറയുമ്പോൾ ഞാൻ എഴുതുന്നു, delta mu plus എന്ന് പറയുമ്പോൾ that radiation is absorbed. delta mu minus 1 എന്ന് പറയുമ്പോൾ radiation is emitted. That is emitted. Okay, emit ചെയ്യപ്പെട്ടു. Radiation is absorbed, that is delta mu plus 1 or delta mu minus 1. Radiation is delta mu plus 1 radiation is absorbed, and delta mu minus 1 radiation is emitted. This is the case with the harmonic oscillator or harmonic vibrations. If it is an unharmonic vibration, ഹാർമോണിക്കും അൺഹാർമോണിക്കും വൈബ്രേഷൻസ് നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ടാവും. സിമ്പിൾ പെൻഡുലം, ദാറ്റ് ഇസ് എ ഹാർമോണിക് ഓസിലേഷൻ. അൺഹാർമോണിക് ഓസിലേഷൻ വരുമ്പോൾ there can be bond rupture. ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഒരു മോളിക്യൂളിനെ വലിച്ചു നീട്ടുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു. that leads to bond rupture, bond breakage. അതാണ് അൺഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ the delta mu change can be plus or minus 1, plus or minus 2, plus or minus 3. ഇങ്ങനെയാണ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ that way there can be more than one energy transitions. അതായത് നമ്മളിപ്പോൾ ഒരു എനർജി ട്രാൻസിഷൻ പറയുകയാണെങ്കിൽ ഡെൽറ്റ മ്യൂ പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 നിന്നും that is it can go to E2 plus 1. അതേസമയം അൺഹാർമോണിക് ആണെങ്കിലോ it may jump directly from E1 to E3യിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് what you call as plus 2 എന്നുള്ള E1 to E3യിലേക്ക്. അതുപോലെ തിരിച്ചും ട്രാൻസാക്ഷൻ E3യിൽ നിന്നും
ഡൗൺ സ്റ്റേറ്റിലേക്കും വരാം, ഈവനിലേക്കും വരാം. ദാറ്റ് ഈസ് ദ കേസ് വിത്ത് അൺഹാർമോണിക് ഓസിലേറ്റർ. ഇനി അതിലുള്ളത് ചെറിയ കാര്യങ്ങളാണ്. വാട്ട് ആർ ഫണ്ടമെന്റൽ ബാൻഡ് ആൻഡ് ഓവർടോൺ? ഫണ്ടമെന്റൽ ബാൻഡ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഓവർടോൺ. ഓവർടോൺ ആൻഡ് ഫണ്ടമെന്റൽ ബാൻഡ്. ഫണ്ടമെന്റൽ ബാൻഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ബിറ്റ്വീൻ mu is equal to 0 to mu is equal to 1. That transition are called fundamental, involving absorption of one quantum of energy, or also called one photon. Okay, that is called as a fundamental band or fundamental transition. ഇനി അത് ഓവർടോൺസിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്കൊരു പിക്ചർ നമുക്ക് എടുക്കാം. ദറ്റ് ഈസ് എ ഗ്രാഫ് ദറ്റ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ഇ എനർജി അഗെയിൻസ്റ്റ് വാട്ട് യു കോൾഡ് ആസ് എ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. REM എന്ന് പറയും. ആറാണിത്, ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. HCl എടുക്കാം. HCl ഒരു കേസ് എടുക്കുകയാണെങ്കിൽ this is the center. That is the internuclear distance. Okay, അപ്പോൾ this way we can see a graph that is plotted with respect to various energy levels. കുറച്ചും കൂടെ ഈ ഭാഗം കുറച്ചും കൂടെ ഒരു ഷാർപ്പ് ആയിരിക്കും. നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കണം. എനർജി ലെവൽസ് എന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വി ക്യാൻ മാർക്ക് 0 ലെവൽ, 1, 2, 3, 4, 5 അങ്ങനെ പോകും. അപ്പോൾ mu is equal to 0, 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ബാൻഡ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ദാറ്റ് ഈസ് ട്രാൻസിഷൻ ബിറ്റ്വീൻ mu is equal to 0 to mu is equal to 1. mu is equal to 0 to mu is equal to 1. ഈ ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 to 3. ഓൺലി +1 or -1, അല്ലെങ്കിൽ തിരിച്ചു ആകാം. ദാറ്റ് ആർ കോൾഡ് ആസ് എ ഫണ്ടമെന്റൽ ബാൻഡ്. ദിസ് ഈസ് എ ഫണ്ടമെന്റൽ ബാൻഡ്. ഇനി ഓവർടോൺ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ബിറ്റ്വീൻ mu is equal to 0 to mu is equal to 2. mu is equal to 0 to mu is equal to 2. That is called as a overtone or first overtone. That is 0-ൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് 2-ലേക്ക്. This is called as overtone. So transition between mu is equal to 0 to mu is equal to 2, or that is called as a first overtone. Mu is equal to 0 to mu is equal to 3, that is called as a second overtone. So that way we can see various types of transition for overtones also. Okay, so from the figure it is clear that there can be fundamental band and that there can be overtones. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ലീനിയർ മോളിക്യൂളിൻ്റെയും നോൺ ലീനിയർ മോളിക്യൂളിൻ്റെയും കേസ് പറഞ്ഞു. അപ്പോൾ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ, എത്ര നോർമൽ ബോഡ്സ് ഓഫ് ഫണ്ടമെന്റൽ ബാൻഡ്സ് അല്ലെങ്കിൽ എത്ര ഓരോന്നിനും ഉണ്ട് എന്ന് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ മുഖാന്തരം നമുക്ക് പറയാൻ പറ്റും. അതായത് എ ലീനിയർ മോളിക്യൂൾ ക്യാൻ ഹാവ് 3n minus 5 normal modes of vibration. Normal modes. That is the case with a what you called as a linear molecule. Linear molecule എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തത് CO2 മോളിക്യൂൾ അല്ലെങ്കിൽ HCl മോളിക്യൂൾ. ഇനി ഇതേ കേസിൽ നോൺ ലീനിയർ മോളിക്യൂളാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ. ദറ്റ് വിൽ ബി
3n minus 6 normal modes of vibration. That is the case with the H2O. അപ്പോൾ എന്താണ് n? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that represents number of atoms. That is called as a n. That n represents the number of atoms. അപ്പോൾ ഇവിടെ എത്ര ആറ്റം ഉണ്ട്? CO2-ൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 × 3 മൈനസ് 5 9 minus 5 that is equal to 4. അപ്പോൾ 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻ 4 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ടെസ്റ്റിൽ പിക്ചർ ഉണ്ട്, അത് നോക്കിയാൽ മതി. സിമെട്രിക് ടച്ചിങ്, അസിമെട്രിക് ടച്ചിങ്, ബെൻഡിങ് ഇൻ പ്ലെയിൻ, ബെൻഡിങ് ഔട്ട് ഓഫ് പ്ലെയിൻ, ആ 4 എണ്ണം. അതേസമയം വാട്ടർ മോളിക്യൂൾ എടുക്കാം. വാട്ടറിന് എത്രയാണ്? ഇവിടെ 3 നമ്പർ ഓഫ് ആറ്റംസ് 3 അല്ലേ? 3 × 3 മൈനസ് 6. അപ്പോൾ എത്രയായി? ഇവിടെയും 3 അല്ലേ? അപ്പോൾ എത്രയാണ്? 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ വാട്ടർ മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ഹാവ് സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്കും വലിച്ചു നീട്ടുക. അത് സിമെട്രിക് ആകാം, ഒരേ രീതിയിൽ വലിച്ചു നീട്ടാം, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ വലിച്ചു നീട്ടാം, ഒന്ന് കുറച്ച് വലിച്ചു നീട്ടാം. അസിമെട്രിക് സ്ട്രെച്ചിങ് ആവാം, അല്ലെങ്കിൽ എന്താണ് സിമെട്രിക് ബെൻഡിങ്. ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുക, സിമെട്രിക് ബെൻഡിങ്, തിരിച്ച് വളയ്ക്കുക. അപ്പോൾ ദിസ് ഈസ് വാട്ടർ മോളിക്യൂൾ. അതിനെ സിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് സിമെട്രിക് ബെൻഡിങ്, ഈ 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ദ കേസ് വിത്ത് എ നോൺ ലീനിയർ മോളിക്യൂൾ. ഇനി അതിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ദാറ്റ് ഈസ് വൺ വിത്ത് what is the group frequencies and its applications of the frequencies of the corresponding molecule. ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിലും, ഉദാഹരണത്തിന് C6H5CH3, പിന്നെ C6H5COOH, C6H5NH2, അല്ലെങ്കിൽ വരാം C6H5CH ഡബിൾ ബോണ്ട് O. ഇത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ് അല്ലേ? ദറ്റ് ഈസ് ടോളുവിൻ, കാർബോക്സിലിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ദറ്റ് ഈസ് അമീൻ, ബെൻസമീൻ. ഇതെന്താണ്? ദിസ് ഈസ് വാട്ട് യു കോൾഡ് ആസ് ബെൻസാൾഡിഹൈഡ്. ഏത് മോളിക്യൂൾ എടുക്കുകയാണെങ്കിലും അതിൽ ചില ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ബെൻസിന് വേണ്ടി അറ്റാച്ച് ചെയ്തു. ഇവിടെ എന്താണ്? ഒരു COH ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്. ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ CH3COCH3 ഒരു കാർബണിൽ ഗ്രൂപ്പ് അല്ലേ? ഇങ്ങനെ ഏത് ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യാം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക്. അപ്പോൾ ആ ഓരോ കോമ്പൗണ്ടിനും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഒരു പെർട്ടിക്കുലർ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഉണ്ടാവും. ദാറ്റ് ഈസ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് യുണീക്ക്. അത് അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ആയിരിക്കും. ഉദാഹരണത്തിന് ആൽഡിഹൈഡ് C ഡബിൾ ബോണ്ടോയുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1700 അറൗണ്ട് വരുന്നതാണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഉണ്ടാകും. അതേസമയം ഒരു ആൽക്കൈനാണ്, CH3 ആണ് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വിൽ ബി അറൗണ്ട് 1450. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, കാർബോക്സിലിക് ആസിഡ് ആണ്, COH ഗ്രൂപ്പ്. ഇത് ഒരു കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ അതിന് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എത്രയായിട്ട് വരും? ദാറ്റ് വിൽ ബി അറൗണ്ട് 1725 to 1700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ദീസ് ആർ ഓൾ having a unique stretching frequency that is observed for each of the functional groups present. ഇതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കൊരു കോമ്പൗണ്ടിലെ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ നമുക്ക് NH പറയാം, അതുപോലെ തന്നെ ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, എങ്ങനെ ഏത് ഗ്രൂപ്പാണ്. CX എന്ന് കോമൺ ആയിട്ട് വെക്കുകയാണെങ്കിൽ, CX കോമൺ ആയിട്ട് വെക്കുകയാണെങ്കിൽ X ക്യാൻ ബി Cl, Br ഓർ ഫ്ലൂറിൻ, എന്ത് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ അതിനെല്ലാം ഓരോ യുണീക്ക് ഫ്രീക്വൻസീസ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ പെക്യുലാരിറ്റി ഓഫ് വൈബ്രേഷൻ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നും നമുക്ക് ആ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യാം. അതിൽ കാർബണിൽ ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ടോ, ദാറ്റ് വേ വി ക്യാൻ എലൂസിഡേറ്റ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ തിങ്, ഫിംഗർ പ്രിൻറ്റ് റീജിയൻ.
ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദ റീജിയൻ ബിറ്റ്വീൻ 700 to 1400 സെൻറ്റിമീറ്റർ ഇൻവേഴ്സൺ, ദറ്റ് ഈസ് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലെ ഈ ഒരു റീജിയനെയാണ് ഫിംഗർ പ്രിൻ്റ് റീജിയൻ എന്ന് പറയുന്നത്. ദിസ് റീജിയൻ ഈസ് uniquely characteristic for each molecule. That is, in other words, band pattern in this region act as a fingerprint of the molecule. അപ്പോൾ അതിനകത്ത് ചില ഗ്രൂപ്പിനെ പറയുകയാണെങ്കിൽ CN ഗ്രൂപ്പ്, CO ഗ്രൂപ്പ്, എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടാവും. നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിൻ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെയും ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് അതൊരു യുണീക്കായിരിക്കും. ഒരാളുടെ കയ്യിലുള്ള ഫിംഗർ പ്രിൻ്റ് ആയിരിക്കത്തില്ല വേറൊരാളുടെ പാമിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? കൈപ്പത്തിയിലുള്ള. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് റീജിയൻ ഒരു വ്യക്തിയുടെ ഒരു യുണീക്കായിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ മോളിക്യൂളിനും ഒരു ഫിംഗർ പ്രിൻ്റ് റീജിയൻ ഉണ്ട്. ദാറ്റ് ഫിംഗർ പ്രിൻ്റ് റീജിയൻ ക്യാൻ ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ ഓർ ദ what you call as the functional group associated with a molecule. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ പലതും ഉണ്ട്. ഡിറ്റക്ഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ദെൻ സ്ട്രക്ചറൽ ഇലുസിഡേഷൻ ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് തന്നെ ഇന്റർമോളിക്കുലർ ആണോ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ളത് നടക്കാൻ പറ്റും. ദെൻ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻസ് വി ക്യാൻ ഫൈൻഡ് ഫോർ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്തരം കാര്യങ്ങളാണ്. എന്താണ് അതിനകത്ത് ഫണ്ടമെൻ്റൽ ബാൻഡ്, എന്താണ് ഓവർടോൺസ് മനസ്സിലാക്കുക, വാട്ട് ഈസ് ദ സിമ്പിൾ, അതായത് സിംഗിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ചോദിക്കുകയാണെങ്കിൽ സെലക്ഷൻ റൂൾ ഫോർ ഹാർമോണിക് ഓസിലേറ്റർ, ദാറ്റ് ഈസ് ഡെൽറ്റ മ്യൂ പ്ലസ് ഓർ 1. അൺഹാർമോണിക് ആണെങ്കിൽ ഡെൽറ്റ മ്യൂ പ്ലസ് ഓർ -1 പ്ലസ് ഓർ -2 പ്ലസ് ഓർ -3 എന്ന് പറയാം. അതുപോലെ അതിലെ ഒന്ന് രണ്ട് മെയിൻ പോയിൻറ്റ്സ്, ലീനിയർ മോളിക്യൂളിന് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് 3n-5ഉം നോൺ ലീനിയറിന് 3n-6ഉം ആയിരിക്കും. അതിനോരോ എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രീക്വൻസീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫ്രീക്വൻസീസ് ഫോർ ഇൻഡിവിജ്വൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫിംഗർ പ്രിൻ്റ് റീജിയൻ, അതുപോലെ ഡിറ്റക്ഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്, എലുസിഡേഷൻ സ്ട്രക്ചർ, ഇതെല്ലാമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും IR സ്പെക്ട്രോസ്കോപ്പിയെ ബന്ധപ്പെടുത്തി പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ഞാൻ പറയുമ്പോൾ തന്നെ, ഇത് എഴുതി പറയുമ്പോൾ തന്നെ ആ ബുക്കും കൂടെ വെച്ച് നിങ്ങളതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം, ബുക്കിൻ്റെ ആ പേജസ് വാട്സപ്പിൽ ഇട്ട് തരാം, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതും കൂടെ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സിമ്പിൾ. മനസ്സിലാക്കാൻ പറ്റും, എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അവസാനം നമ്മുടെ ടൈം അനുസരിച്ചുകൊണ്ട് നമുക്കതിനെ ഒരു ഓഫ്ലൈൻ ക്ലാസ് എല്ലാം ഒരു ബ്രീഫിംഗ് ക്ലാസ് ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടൈം കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡിലേക്ക് മാറിയത്. ഓക്കെ, ഇനി നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് മൊഡ്യൂളിൽ വി വിൽ ഡിസ്കസ് ഓൺ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അതിൻ്റെ ആപ്ലിക്കേഷനും, പിന്നെ അത് കഴിഞ്ഞാൽ NMR സ്പെക്ട്രോസ്കോപ്പി കൂടെ ഉള്ളൂ. നമുക്ക് ഇതുപോലെ ഒരു അരമണിക്കൂർ വെച്ച് അതും ഡിസ്കസ് ചെയ്ത് പോകാം. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾ ടെസ്റ്റ് പോയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് വീണ്ടും കാണാമല്ലോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാണാം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് മനസ്സിലാക്കുക. ഓക്കെ, ഹോപ്പ് വിൽ ഫോളോ all things. Okay students, thank you.